ആണ്. പേര് പോവാണ്. ഒന്നുമില്ല, വെറുതെ കുറച്ച് കുത്തിക്കടപ്പ് അതിന് വേണ്ടി പോവാണ്. എവിടേക്ക് പോണെന്നൊന്നും ഒരു ഐഡിയ ഒന്നും ഇല്ല. നമ്മളിങ്ങനെ ഇന്ന് മഴ പെയ്യുന്നുണ്ട്, എന്നാ ഭയങ്കര മഴയില്ല. അപ്പം പുറത്തേക്ക് എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ച് പോവാണ്. എവിടെ എത്തുന്നൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് പറയാനും കഴിയില്ല ഇൻട്രോയില്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. പൊടിയൊക്കെ ഫുള്ളിങ്ങനെ വെള്ളം കയറിയിട്ട് മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയെന്ന് കേട്ടോ. അത്രയും മഴയാണല്ലോ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു പമ്പിൽ നിർത്തിയിട്ടുണ്ട്. പെട്രോളൊക്കെ അടിച്ച് സെറ്റ് ആവണമല്ലോ. അപ്പം പെട്രോളൊക്കെ അടിച്ചു. നമ്മുടെ യാത്ര എഗെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ റീസെൻ്റ്ലി നമ്മുടെ ചാനലിൽ ഒരു ട്രാവൽ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ വയനാട്ടിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ട്രിപ്പ് നമ്മൾ അറ്റ് ലാസ്റ്റ് വയനാട്ടിലോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. പക്ഷേ വയനാട് എന്ന് പറയാൻ ആ ഭാഗങ്ങൾ, അല്ലെങ്കിൽ വയനാട്ടിൽ നമ്മൾ സ്ഥിരം പോകുന്ന ഭാഗമൊന്നുമല്ല. നമ്മളൊരു ഫോറസ്റ്റ് റൂട്ടിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇറങ്ങുമ്പോൾ എവിടെ പോകണമെന്നോ അങ്ങനെയൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് നമ്മളിങ്ങനെ ഒരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, എന്താ പാടെന്നൊക്കെ അറിയാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം സമയം നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഒരു 10 മണി 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 10:30-11 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നോക്കിക്ക് എന്തൊരു ഫുള്ളിങ്ങനെ സ്മോഗായിരുന്നു കേട്ടോ. കോട ഇങ്ങനെ നമുക്ക് ആ ദൂരം തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ ചുരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്നത്തെ ആ ഒരു വയനാടിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത ദിവസമല്ല കേട്ടോ നമ്മൾ പോയത്. നമ്മളതിൻ്റെ കുറേ മുന്നേ പോയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഏകദേശം ഒരു 1 month ആയി നമ്മളിപ്പോൾ അവിടെ പോയി വന്നിട്ട്. ഞാൻ വീഡിയോ എഡിറ്റൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴേക്കും ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. നമ്മൾ ചുരം കയറുകയാണ്. ഇതൊരു തണുപ്പാന്ന് പറയാം. ഇവിടേക്ക് കയറുമ്പോഴേക്ക് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടി. ആ തണുപ്പ് ഇങ്ങോട്ട് അടിച്ചു കയറാൻ തുടങ്ങി കേട്ടോ. മഴയും പെയ്തു. പെർഫെക്റ്റ് ക്ലൈമറ്റ്. ഇതേ ഒരു ലോറി എന്തോ കേട് വന്നിട്ട് കിടക്കുകയാണ് കേട്ടോ. പിന്നെ അന്ന് പോയപ്പോൾ നമുക്കിങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പോയപ്പോൾ ഫുള്ള് വെള്ളച്ചാട്ടമായിരുന്നു. കാരണം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അടിപൊളി വ്യൂ കണ്ടപ്പോൾ നിർത്തിയാണ് കേട്ടോ. അത് നിങ്ങൾക്കും കാണിച്ചു തരാം. അത്രയും അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പം നമ്മൾ ലക്കിടി വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഫുള്ള് എൻ്റെ മുഖത്തൊക്കെ ഫുള്ള് വെള്ളമായിട്ടുണ്ട്. ബാക്കിൽ കണ്ടോ, ഭാഗത്തായിട്ട് വെള്ളച്ചാട്ടമുണ്ട്. മൊത്തത്തിലിങ്ങനെ കോട മൂടി കിടക്കുകയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല.
ഗൈസ് ഇപ്പം സമയം 12:50 ബാക്കിൽ കണ്ടോ ഫുള്ള് സ്മോഗാണ്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു കുതിരേനെ, അത് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് ഒഴിവാക്കിയതാണോ എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. പാവം തോന്നിട്ടോ അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പം. നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ക്യാമറയിൽ ഫുള്ള് വെള്ളം കയറിയിട്ട് തുടച്ചിട്ടൊന്നും ക്ലിയർ ആവണ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. റോഡ് നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ വയനാട്ടിൽ നിന്നൊരു ഗ്രാമം പോലുള്ളൊരു സ്ഥലം, അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് റൂട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിക്കല്ല, നമുക്ക് എങ്ങനെയായിട്ട് പോവാം എന്നുള്ള രീതിക്ക് അങ്ങനെ പോവാണ്. ഇത് പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളും കാണാം. അപ്പോൾ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഫുള്ള് റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ, നിങ്ങൾ ഈ കാണുന്ന ഭാഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി സെറ്റ് റോഡായിരുന്നു. അപ്പൊ ഗൈസ് നമ്മളിപ്പം എവിടെയാണ് എത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ചീക്കല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള റോഡ് വഴിയാട്ടോ പോകുന്നത്. ഇവിടെ ഇങ്ങനെ പക്കാ ഒരു ഗ്രാമപ്രദേശം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ഇങ്ങനെ റബ്ബറിന്റെ തോട്ടങ്ങളും, എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് വീടും. ചില ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഫുൾ അങ്ങനെ ഫോറസ്റ്റ് പോലത്തെ സ്ഥലമാണെന്നുള്ള. എന്നാൽ നോക്കുമ്പോൾ ഒരുപാട് വലിയ റബ്ബർ തോട്ടത്തിന്റെ ഇടയ്ക്ക് വലിയൊരു വീടൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു പ്രദേശം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോൾ വലിയൊരു പാലം പോലത്തെ ഒരു ഭാഗം വന്നു കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. അപ്പൊ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഇങ്ങനെ എന്താ പറയാ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള പാടങ്ങളും ഒക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ല, നമ്മളൊരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നാണോ, അങ്ങനെയാണ് നമ്മൾ അവിടെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ച് പോകുന്നത്. അപ്പൊ ആ ഒരു സ്പോട്ട് എത്തിയില്ല കേട്ടോ, ഇനിയും പോവാനുണ്ട്. നമ്മൾ ആ റൂട്ടിന് കയറിയപ്പോ നമുക്ക് തീരെ റേഞ്ച് കിട്ടുന്നില്ല കേട്ടോ. ഇതുവരെ റേഞ്ച് ഒന്നും കിട്ടിയിട്ടില്ല, എന്താണെന്നറിയില്ല. ജിയോ ആണ് സിം വരുന്നത്, പക്ഷെ തീരെ റേഞ്ച് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. നോ സർവീസ് എന്നാട്ടോ കാണിക്കുന്നത്. നമ്മൾ വിചാരിച്ചത് ആ ഭാഗത്ത് എത്തിയപ്പം റേഞ്ച് ജിയോക്ക് ഇല്ലാത്തത് കൊണ്ട് കിട്ടാതായി പോയതാണെന്നാണ്. സത്യത്തിൽ മൊത്തത്തിൽ ജിയോ അടിച്ചു പോയതായിരുന്നു എന്നുള്ളത് പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം തുറന്ന് റീൽസ് ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പേർക്ക് റേഞ്ച് പോയിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ ഫൈനലി ഈ ഒരു അടിപൊളി ഒരു ഫോറസ്റ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ അധികം അങ്ങനെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളതല്ല എന്ന് തോന്നുന്നു, കാരണം നമ്മൾ ഈ മുത്തങ്ങയൊക്കെ പോലെ അങ്ങനെ ഭയങ്കര പോപ്പുലർ അല്ല. പക്ഷെ അടിപൊളി റൂട്ടാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫോറസ്റ്റ് റൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോർമൽ ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടോ. അവിടെ നല്ല അടിപൊളി ഒരു നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് വീഡിയോയിൽ കണ്ടൊരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലത്ത് നിൽക്കാൻ കേട്ടോ.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ എഗെയിൻ വേറൊരു ഫോറസ്റ്റ് റൂട്ട് ഉണ്ട് കേട്ടോ, ആ ഭാഗത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഫോറസ്റ്റ് ഇപ്പോൾ എത്തിയിട്ടില്ല, നമ്മൾ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളിങ്ങനെ 2 സൈഡിലായിട്ട് തേക്കിൻ്റെ തോട്ടമാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മളത് ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് എൻട്രി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം അവിടെ നിന്ന് ഒരു അപ്പൂപ്പനെ അമ്മമ്മയും കണ്ടപ്പോൾ അവരോട് ചോദിച്ചതായിരുന്നു ഉള്ളിലേക്ക് എൻട്രി ഉണ്ടോ, ഒക്കെ അടക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് മലയാളം അധികം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, അവരെങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിച്ചെന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. എനിക്ക് വീഡിയോ പോലും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. എൻ്റെ മുഖമൊക്കെ ഫുള്ള് നനഞ്ഞ് ചീഞ്ഞ് കുളിച്ച് അലമ്പായിട്ടുണ്ടാകും. ഫുള്ള് തേക്കാണ്, മൊത്തം ഏരിയ ഈ ഏരിയ ഫുള്ള് തേക്കാണ് കേട്ടോ. ഫുള്ള് തേക്കിൻ്റെ വലിയ തോട്ടങ്ങളാണ്. റോഡ് ഭയങ്കര മോശമാണ്, ഭയങ്കര മോശം എന്ന് വെച്ചാൽ അങ്ങനത്തെ മോശം റോഡാണ് കേട്ടുള്ളത്. അത് മാത്രമാണ് ഒരു പ്രശ്നമുള്ളത് ഈ ഭാഗത്ത് കൂടെ വരുമ്പോൾ. വെറുതെ കുറച്ച് കുത്തിക്കടപ്പ് അതിന് വേണ്ടി അപ്പം നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. കാരണം കുറേ ദൂരമൊന്നും പോയിട്ട് ഇനി എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ. നല്ല മഴയും അതിൻ്റെ മുകളിലായിട്ട് ഒരു ഏർമാടം പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഒരു കുത്തിക്കടപ്പ് ഈ മഴയത്ത് ഇങ്ങനെ ബൈക്കിൽ വണ്ടി എടുത്ത് ഇറങ്ങിയത്. പക്ഷെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസും കൂടി ആയിരുന്നു കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം സങ്കടം തോന്നിയത്, ഈ ആടുകളുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ റൂട്ടിലാണല്ലോ പോയത്, അപ്പം മുതൽ ഇവിടെ ഉണ്ട് കേട്ടോ. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആറ്റുകൾ കരഞ്ഞൊരു വഴിയായിട്ടുണ്ട് ഈ മഴയത്ത്. സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ആടുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിട്ടുങ്ങൾക്ക് അസുഖമൊക്കെ വന്ന് ചത്തൊക്കെ പോകുമല്ലോ. ഇവർ മൈൻഡേ ആക്കുന്നില്ല. അതിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി കെട്ടിയിട്ടാലും മതി. എന്നിട്ട് ആ മഴയത്താണ് കേട്ടോ ഫുൾ അത്രയും നേരം 2 ആടുകൾ നിന്ന്. ആ കുട്ടിയൊക്കെ നിന്നിട്ട് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു കഷ്ടമാണല്ലേ ആ മനുഷ്യന്മാരുടെ കാര്യം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഐറ്റങ്ങൾക്ക് മിണ്ടാപ്രാണികളായതുകൊണ്ടാണല്ലോ അങ്ങനെ അവിടെ ഇട്ടേക്കുന്നത് എന്നുള്ളതൊന്നും തോന്നി. പിന്നെ നമ്മുടെ നാടും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ഇനി അവരുടെ ആ കടക്കാരുടെ ആണോ എന്നും അറിയില്ലല്ലോ. അങ്ങനെ നമ്മളൊരു പെട്രോൾ പമ്പിലൊക്കെ ഒന്ന് കയറി. അതിനുശേഷം കണ്ടോ അടിപൊളി ഒരു തേക്ക്. എന്തൊരു വലുപ്പമാണ് അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കണ്ടോ. ആ ഒരു മരം ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ടുള്ള സെയിം റൂട്ട് തന്നെയാണ്. വേറെ റൂട്ട് നോക്കിയപ്പോൾ വേറെ റൂട്ടൊന്നുമല്ല, ആ ഒരു സെയിം റൂട്ടിലൂടെ തന്നെ കേട്ടോ തിരിച്ച് നമുക്ക് റിട്ടേൺ ഉള്ളത്. അപ്പം നമ്മൾ നേരെ വൈത്തിരി ആ ഒരു റൂട്ടിലേക്കാണ് കേട്ടോ ഇനി തിരിച്ചു പോകുന്നത്. മഴയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടോ. മഴ പെയ്തിട്ട് ഫുള്ള് മഴയായിരുന്നു, ഭയങ്കര മഴ കിട്ടി. ഇപ്പോഴാണൊന്ന് തോന്നുന്നത്. എന്താ ഒരു സുഖം. കറക്റ്റ് ഇങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഹെൽമെറ്റും കൂടി അങ്ങനെ വെച്ചതുകൊണ്ട് ഫുള്ള് എന്റെ മുഖത്തേക്കാണ് കേട്ടോ വെള്ളം. കറക്റ്റ് ഇങ്ങനെ നമ്മൾ ഷവറിലൊക്കെ ഇങ്ങനെ കുടിച്ചിങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയുടെ പേരെന്താ പറയുക, നീക്കുപ്പ എന്നാണ് കേട്ടോ അവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു റോഡിന്റെ ദൈവമേ, ഇവരൊരു ഷോർട്ട് കട്ട് പറഞ്ഞതാണ് കേട്ടോ നമ്മുടെ ഗൂഗിൾ മാപ്പിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ അത്. എന്നിട്ട് ഭയങ്കര ഒരു വൃത്തികെട്ട റോഡ്. പക്ഷെ ആ റോഡ് നേരെ ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ സെയിം പോയിട്ടുണ്ടായിരുന്ന ഒരു റൂട്ടിലൂടെ തന്നെയായിരുന്നു കേട്ടോ. പാടൊക്കെ വരുന്ന ഒരു ഭാഗത്തേക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഓവറോൾ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരു യാത്ര എന്ന് പറയുന്നത്. നമ്മൾ മഴ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും മഴയത്ത് ബൈക്കിൽ ഇതുപോലത്തെ ഒരു ജേണി വിത്ത് ആ ഒരു വയനാട് ഭാഗത്ത് എത്തുമ്പോൾ ആ ഒരു സ്മോഗ് കോട അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്ന അൽറീം തന്നെയാട്ടോ കയറിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുണ്ടായാലും ഇവരുടെ ബ്രാഞ്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ എന്താ പറയുക മസാല ടൈപ്പ് അതായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇത് ഞാൻ അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ ബേത്തലിന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് കൂടി ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് വാങ്ങി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. റൈസൊക്കെ ആണെങ്കിലും അടിപൊളി ഫ്ലേവറാണ്. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടോ, അതാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് കറക്റ്റ് നമ്മുടെ ഹണി ചില്ലി വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ആ ഒരു സോസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ടാണ് തോന്നിയിട്ട്. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അതും കൂടി വരുമ്പോൾ അടിപൊളിയാണ്. മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആസ്വദിച്ചിങ്ങനെ കഴിക്കുകയാണ്. സത്യം പറയാലോ, പുറത്തിങ്ങനെ നല്ല മഴ പെയ്ത് ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കുമ്പോൾ നല്ല ചൂട് മന്തി, ആ റൈസും ആ ഒരു മസാലയൊക്കെ നിറഞ്ഞിട്ടുള്ള ചിക്കനൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്, ഈശ്വര, ഞാനിത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോഴും വായിന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചതാ താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ മുകളിലത്തെ അവിടെ ഇരുന്നിട്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഫൈനലി നമ്മൾ യാത്ര ചെയ്ത് ചുരം എത്തിയിട്ടോ. ചുരം എത്തുമ്പോൾ തന്നെ ഒരു സമാധാനം കേട്ടോ, കാരണം അത്രയും ഓടി എത്താണ്ടായിരുന്നു. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഫുള്ള് കോട ഇങ്ങനെ മൂടിയിട്ട് നിങ്ങൾക്ക് കണ്ടോ, ആ കോട ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറുന്നത്. വയനാട് വന്നിട്ടുള്ളവരാണെങ്കിൽ ഇതുവരെ വരാത്തവരാണെന്നുണ്ടെങ്കിലും ഇത് ബെസ്റ്റ് ടൈമാട്ടോ വയനാട് പോകാൻ വേണ്ടിയിട്ട്. അത്രയും അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അടിപൊളിയാണ്. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ കോട കൊണ്ട് നമുക്ക് റോഡ് പോലും കാണാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പം ഈ ഒരു ടൈമിൽ പോവാം, പക്ഷേ സേഫ്റ്റി ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര മഴ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ പോവാതിരിക്കുക തന്നെയാണ് നല്ലത്, കാരണം നമ്മൾ നമ്മുടെ സേഫ്റ്റി കൂടി നോക്കണമല്ലോ. അപ്പം എന്തായാലും ഈ ഒരു ടൈമിൽ കുറച്ച് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാലും പോയി കഴിഞ്ഞാലും വയനാട് അടിപൊളിയായിട്ടുണ്ടാവും. സോ പോകാൻ പറ്റാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ലവ് യു ഓൾ.